Welcome back to Bosco Campus Vision. This is Nancy, Assistant Professor, Department of Computer Application, Don Bosco College, Kottayam. This is the second lecture of Computer Application for Publications. In this lecture, we are discussing an introduction of PowerPoint 2010. What are the features of PowerPoint 2010 and how to start a PowerPoint? First of all, we are going to discuss about what is PowerPoint. A PowerPoint is a presentation program that helps to create eye-catching and effective presentations. Each slide displays some information in the form of text or graphics. PowerPoint is a part of Microsoft Office suite. അതായത് നേരത്തെ ഫസ്റ്റ് ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു എന്താണ് ഒരു പ്രസൻറ്റേഷൻ പാക്കേജ് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഈ പവർ പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ പവർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രസൻറ്റേഷൻ പ്രോഗ്രാമാണ്. എന്താണ്? എഫക്റ്റീവായിട്ട് ഒരു പ്രസൻറ്റേഷൻ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ പവർ പോയിൻ്റ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പവർ പോയിൻ്റ് 2013 നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ സ്ലൈഡായിട്ടായിരിക്കും ഇതെന്ത് ചെയ്യുന്നത്? ഡിസ്പ്ലേ ആവുന്നത്. ഈ ഓരോ സ്ലൈഡിലും എന്താണ്? ടെക്സ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഗ്രാഫിക്സ് ആയിട്ടോ ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ എ പ്രസൻറ്റേഷൻ കംപ്രൈസസ് ഓഫ് ഇൻഡിവിജ്വൽ സ്ലൈഡ്സ് അറേഞ്ച്ഡ് ഇൻ എ സീക്വൻഷ്യൽ മാനർ. ഒരു സീക്വൻഷ്യൽ മാനറിലായിരിക്കും ഈ സ്ലൈഡ്സ് എല്ലാം എന്ത് ചെയ്യുന്നത്? അറേഞ്ച് ചെയ്യുന്നത്. And also you can either attach the computer to an LCD projector to display the output on a screen or get a printout. നിങ്ങൾക്ക് പ്രൊജക്ടർ ഉപയോഗിച്ച് വേണമെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ എന്ത് ചെയ്യുന്ന ഡിസ്പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് വേണമെങ്കിലും എടുക്കാം. പവർ പോയിൻറ്റ് 2013 എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസ് 2013 എന്താണ്? ഒരു സ്യൂട്ടാണ് പവർ പോയിൻറ്റ് 2013 എന്ന് പറയുന്നത്. അപ്പം എന്താണ് പവർ പോയിൻ്റ് എന്ന് ചോദിച്ചാൽ, പവർ പോയിൻ്റ് ഈസ് എ പ്രസൻറ്റേഷൻ പ്രോഗ്രാം ദാറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് ഐ ക്യാച്ചിങ് ആൻഡ് എഫക്റ്റീവ് പ്രസൻറ്റേഷൻസ്. എപ്പോഴും 1 മാർക്സിനും അതുപോലെ തന്നെ 2 മാർക്സിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് എന്താണ് പവർ പോയിൻ്റ് എന്നുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പവർ പോയിൻ്റ്. ഫസ്റ്റ് വൺ ഈസ് creates attractive presentations and slides. You can insert any number of slides in your presentation. അതായത് നമുക്ക് അട്രാക്റ്റീവായിട്ടുള്ള പ്രസൻറ്റേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും? സ്ലൈഡ്സിൽ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എത്ര നമ്പർ ഓഫ് സ്ലൈഡ്സ് വേണമെങ്കിലും നമ്മുടെ ഒരു പ്രസൻറ്റേഷൻ, അതായത് നമ്മൾ ചെയ്യുന്ന ആ ഒരു വർക്കിനെയാണ് ആ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു പവർ പോയിൻറ്റിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് സ്ലൈഡ്സ് എന്ന് പറയുന്നത് എന്ത് ആവാം? എത്ര വേണമെങ്കിലും ആവാം. അതാണ് ഒന്നാമത്. ക്രിയേറ്റ്സ് അട്രാക്റ്റീവ് പ്രസൻറ്റേഷൻ ആൻഡ് സ്ലൈഡ്സ് ആൻഡ് ഓൾസോ യു ക്യാൻ ഇൻസേർട്ട് എനി നമ്പർ ഓഫ് സ്ലൈഡ്സ് ഇൻ യുവർ പ്രസൻറ്റേഷൻ. സെക്കൻഡ് വൺ ഈസ് ഗ്രാഫിക്കൽ ഒബ്ജക്ട്സ്, ചാർട്ട്സ്, സ്കാൻഡ് ഒബ്ജക്ട്സ് എക്സെട്ര ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ സ്ലൈഡ്സ്. അതായത് നമ്മളൊരു പ്രസൻറ്റേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ അകത്തോട്ട്, അതായത് നമ്മൾ ചെയ്തേക്കുന്ന ഓരോ സ്ലൈഡിൻ്റെ അകത്തോട്ടും എന്തെങ്കിലും ഒബ്ജക്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ചാർട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പിക്ചറുകളോ ഒക്കെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. അതാണ് പറഞ്ഞേക്കുന്നത്. ടെക്സ്റ്റ് മാത്രമല്ല, എന്താ ഇമേജസും അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞേക്കുന്നത്. അതായത് ഗ്രാഫിക്കൽ ഒബ്ജക്ട്സ്, ചാർട്ട്സ്, സ്കാൻഡ് ഒബ്ജക്ട്സ് എക്സെട്ര ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ സ്ലൈഡ്സ്. നമ്മൾ ചെയ്തേക്കുന്ന ഓരോ സ്ലൈഡിലും എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. Third one is movies and sound effects can be added in the slides. അതായത് നമ്മൾ ചെയ്തേക്കുന്ന ആ സ്ലൈഡ്സിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും? മൂവീസോ എന്തെങ്കിലും എഫക്റ്റുകൾ, സൗണ്ട് എഫക്ട്സുകളോ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. മൂവീസ് ആൻഡ് സൗണ്ട് എഫക്ട്സ് ആഡഡ് ഇൻ ദ സ്ലൈഡ്സ്. ഫോർത്ത് വൺ ഈസ് എനി നമ്പർ ഓഫ് സ്ലൈഡ്സ് ക്യാൻ ബി ആഡഡ് ഓർ റിമൂവ്ഡ് ഇൻ എ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ. അതായത് എത്ര സ്ലൈഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് എത്രണ്ണം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാനോ നമ്മുടെ ഈ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ്റെ അകത്ത് പറ്റും. അപ്പം ഇതുവരെ പറഞ്ഞേക്കുന്ന 4 ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ക്രിയേറ്റ്സ് അട്രാക്റ്റീവ് പ്രസൻറ്റേഷൻസ് ആൻഡ് സ്ലൈഡ്സ്. യു ക്യാൻ ഇൻസേർട്ട് എനി നമ്പർ ഓഫ് സ്ലൈഡ്സ് ഇൻ യുവർ പ്രസൻറ്റേഷൻ. സെക്കൻഡ് വൺ ഗ്രാഫിക്കൽ ഒബ്ജക്ട്സ്, ചാർട്ട്സ്, സ്കാൻഡ് ഒബ്ജക്ട്സ് എക്സെട്ര ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ സ്ലൈഡ്സ്. Third one is movies and sound effects can be added in slides. Fourth one is any number of slides can be added or removed in a PowerPoint presentation.
ഫിഫ്ത്ത് ഫീച്ചർ ഈസ് ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ഹാൻഡ് ഔട്ട്സ് ആൻഡ് നോട്ട്സ്. നമുക്ക് ഈ പവർ പോയിൻറ്റിൻ്റെ അകത്ത് ഹാൻഡ് ഔട്ട്സും അതുപോലെ തന്നെ നോട്ട്സും എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സിക്സ്ത് വൺ ഈസ് ടൈമിങ്സ് ക്യാൻ ബി റിഹേഴ്സ്ഡ് ഫോർ സ്ലൈഡ് ഷോ ഫോർ ഈച്ച് സ്ലൈഡ് ആൻഡ് സ്ലൈഡ് ഷോ ക്യാൻ ബി പ്രസൻറ്റഡ് നോൺ സ്റ്റോപ്പ്. അതായത് നമ്മൾ ഓരോ സ്ലൈഡ് ചെയ്ത് കഴിയുമ്പോഴും, ഒരു പവർ പോയിൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിൻ്റെ അകത്ത് ഒരുപാട് സ്ലൈഡുകൾ ചേർന്നതായിരിക്കും. ആ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ്റെ അകത്ത് ഓരോ സ്ലൈഡും എന്ത് ചെയ്യാൻ പറ്റും, ഷോ ചെയ്യുന്നത് പ്രത്യേകം ടൈമിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. അല്ല നോൺ സ്റ്റോപ്പായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയാവാം. അതാണ് പറഞ്ഞിരിക്കുന്നത് ടൈമിങ്സ് ക്യാൻ ബി റിഹേഴ്സ്ഡ് ഫോർ സ്ലൈഡ് ഷോ ഫോർ ഈച്ച് സ്ലൈഡ്. ഓരോ സ്ലൈഡിങ്ങിനും ടൈമിങ്സ് നമുക്ക്, അതായത് ഒന്ന് കഴിഞ്ഞ് അടുത്തത് വരുന്നതിനുള്ള ആ ടൈമിങ്സ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ആൻഡ് ദ സ്ലൈഡ് ഷോ ക്യാൻ ബി പ്രസൻറ്റഡ് നോൺ സ്റ്റോപ്പ്. സെവൻത് വൺ ഈസ് സ്പെൽ ചെക്സ് ആൻഡ് ഡിക്ഷണറി സപ്പോർട്ട് ഓൾസോ അവൈലബിൾ ഇൻ പവർ പോയിൻറ്റ്. അതായത് നമ്മൾ നേരത്തെ പ്രസൻറ്റേഷൻ പാക്കേജിൻ്റെ ലെക്ചറിൻ്റെ അകത്ത് പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പവർ പോയിൻറ്റിൻ്റെ അകത്ത് എന്താ, സ്പെൽ ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഡിക്ഷണറിയും എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. അതായത് നമ്മൾ ഈ ഓരോ സ്ലൈഡിൻ്റെ അകത്ത് വേർഡിലെ കൂട്ട് തന്നെ നോട്ട്സൊക്കെ ടൈപ്പ് ചെയ്യുമ്പം എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അടിയിൽ ഒരു റെഡ് ലൈനിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു അണ്ടർലൈൻ പോലെ വന്ന് വീഴും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം സ്പെല്ല് ചെക്ക് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റും. അതായത് ഡിക്ഷണറിയും എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. Eighth one is allows animations and transitions in the slides. അതായത് എന്തെങ്കിലുമൊക്കെ അനിമേഷൻസ് അല്ലെങ്കിൽ ട്രാൻസിഷൻസും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ സ്ലൈഡ്സിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഓരോ സ്ലൈഡിലും ഓരോ സ്ലൈഡ് കഴിഞ്ഞ ശേഷം അതെങ്ങനെ വന്ന് വീഴണം, അല്ലെങ്കിൽ എന്തൊക്കെ എഫക്റ്റുകൾ കൊടുക്കണം, ഇതുപോലുള്ള യൂസേഴ്സിന് അട്രാക്റ്റീവ് ആക്കാം തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, ഈ പവർ പോയിൻറ്റിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ഹാൻഡ് ഔട്ട്സ് ആൻഡ് നോട്ട്സ്, ടൈമിങ്സ് ക്യാൻ ബി റിഹേഴ്സ്ഡ് ഫോർ സ്ലൈഡ് ഷോ ഫോർ ഈച്ച് സ്ലൈഡ് ആൻഡ് സ്ലൈഡ് ഷോ ക്യാൻ ബി പ്രസൻറ്റഡ് നോൺ സ്റ്റോപ്പ്. നെക്സ്റ്റ് വൺ, സ്പെൽ ചെക്കേഴ്സ് ആൻഡ് ഡിക്ഷണറി സപ്പോർട്ട് ഓൾസോ അവൈലബിൾ ഇൻ പവർ പോയിൻറ്റ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് അലൗസ് അനിമേഷൻസ് ആൻഡ് ട്രാൻസിഷൻസ് ഇൻ ദ സ്ലൈഡ്സ്. These are the features of PowerPoint presentation. So the first feature is creates attractive presentations and slides. You can insert any number of slides in your presentation. Second one, graphical objects, charts, scanned objects, etc. can be included in slides. Third one, movies and sound effects can be added in slides. Fourth one is any number of slides can be added or removed in a PowerPoint presentation. Fifth one is it can create handouts and notes. Sixth one, timings can be rehearsed for slideshow for each slide and slideshow can be presented non-stop. Seventh one, spell checkers and dictionary support also available in PowerPoint. Eighth one is allows animations and transitions in the slides. Next one is how to start a PowerPoint 2010. First, open PowerPoint 2010 to create and edit slides. എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്ലൈഡുകൾ എഡിറ്റ് ചെയ്യാനോ, നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്ന സ്ലൈഡുകൾ എഡിറ്റ് ചെയ്യാനോ വേണ്ടിയിട്ടായിരിക്കും ഈ പവർ പോയിൻ്റ് എന്ത് ചെയ്യുന്നത്, ഓപ്പൺ ചെയ്യുന്നത്. യു ക്യാൻ സ്റ്റാർട്ട് PowerPoint 2000 ബൈ സ്റ്റാർട്ട് മെനു. അതായത് നമ്മുടെ ഡെസ്ക്ടോപ്പ് ആയാലും നമ്മുടെ ആ സ്ക്രീനിൻ്റെ ഏറ്റവും താഴെ സ്റ്റാർട്ട് മെനു ഉണ്ട്. അവിടെ നിന്നായിരിക്കും നമ്മൾ ഈ പവർ പോയിൻ്റ് എന്ത് ചെയ്യുന്നത്, ഓപ്പൺ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? Click on the start button in the bottom left corner of the screen. Then choose all programs. Then the program menu appears. Third step is then click Microsoft Office 2010 followed by PowerPoint 2010. PowerPoint 2010 window will opens. അതായത് നമ്മുടെ ഈ സ്ക്രീനിൻ്റെ ബോട്ടം ലെഫ്റ്റ് കോർണറിലായിട്ട് അവിടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ കണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിയതിൻ്റെ അകത്തേക്ക് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യും. അതിൻ്റെ അകത്ത് മുകളിലോട്ട് ഓൾ പ്രോഗ്രാംസ് കണ്ടോ, ഏറ്റവും മുകളിൽ ആ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ പ്രോഗ്രാംസ് വരും. ആ ഓൾ പ്രോഗ്രാംസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കുറേ സെറ്റ് ഓഫ് മെനൂസ് വരും. അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഏറ്റവും മുകളിലായിട്ട് കണ്ടോ മൈക്രോസോഫ്റ്റ് ഓഫീസ് 2013 എന്നുള്ള ആ സ്യൂട്ട്, അത് ക്ലിക്ക് ചെയ്യണം. അത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് സൈഡിലായിട്ട് എന്ത് ചെയ്യുന്നു, അത് പവർ പോയിൻ്റ് കിടപ്പുണ്ട് കണ്ടോ, കുറേ സെറ്റ് ഓഫ് മെനൂസ് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് PowerPoint 2010 ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആ വിൻഡോ എന്ത് ചെയ്യുന്നു, ഓപ്പൺ ആവുന്നു. ഒന്നുകൂടെ പറയാം, സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തു, അത് കഴിഞ്ഞ ശേഷം ചൂസ് ഓൾ പ്രോഗ്രാംസ്, ദെൻ ദ പ്രോഗ്രാം മെനു അപ്പിയേഴ്സ്, ദെൻ ക്ലിക്ക്
Microsoft Office 2010 followed by PowerPoint 2010. Then the PowerPoint 2010 window will appears. If the PowerPoint 2010 icon is present on the desktop, it can be opened by double clicking the icon. The PowerPoint window has two pans. The left pan shows menu items such as information, new, open, save, save as, print, etc. Also, the right pan contains templates from which you can open the required presentation. For example, if you want to open a blank presentation, click on blank presentation, a new blank presentation opens. അപ്പം ഇങ്ങനെയാണ് ഒരു പവർ പോയിൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പുകളാണ്, ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? ക്ലിക്ക് ഓൺ ദ സ്റ്റാർട്ട് ബട്ടൺ ഇൻ ദ ബോട്ടം ലെഫ്റ്റ് കോർണർ ഓഫ് ദ സ്ക്രീൻ, ചൂസ് ഓൾ പ്രോഗ്രാംസ്, ദ പ്രോഗ്രാം മെനു അപ്പിയേഴ്സ്, ദെൻ ക്ലിക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് 2010 followed by PowerPoint 2010, then the PowerPoint 2000 window will opens. ഇത്രയെന്ന് പറയുന്നത് ബേസിക് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു പവർ പോയിൻ്റ് ഓപ്പൺ ചെയ്യുന്നതെന്നുള്ളതാണ് പറഞ്ഞത്. ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്പുകളാണ് പറഞ്ഞേക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം ഇനി അടുത്ത ലെക്ചറിൽ ആഡ് ചെയ്യാം. യുവർ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് എ പവർ പോയിൻ്റ്, and second question is what are the features of PowerPoint.